നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? വേണ്ട, ഞാൻ ഒന്നുകൂടി വരും. അങ്ങളെ എന്നിറങ്ങട്ടെ. ഓക്കെ, പോയിട്ട് പോനെ. ഓക്കെ, ശരി ചേച്ചി ഏട്ടാ വാ. ദൈവമേ. സുനിലേ, ഇനി തന്റെ ഒരു തരികിട ഇവിടെ നടക്കില്ല. സൂക്ഷിച്ചു. ഞാനെന്ത് സൂക്ഷിക്കും? ശംഭോ മഹാദേവ, എല്ലാം കൈവിട്ടു പോയി. ഏട്ടാ ശരി, പോയിട്ട് വരാം. ചേച്ചി ശരിടാ. ഭാവന, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് സന്തോഷിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയട്ടെ. എന്റെ ഈ പ്രിയപ്പെട്ട ഭാര്യ. അതെ, അയ്യേ, താനിതെന്താ ഭാവന? സന്തോഷം വരുമ്പോ കറിയാണോ വേണ്ടത്? എനിക്ക് ഭരത്തിനെ സബ് ഇൻസ്പെക്ടർ വേഷത്തിൽ കണ്ടപ്പോ ഈ ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു സൂര്യ. അത്രമാത്രം സന്തോഷം എനിക്കുണ്ട്. എനിക്കറിയില്ലേ ഭാവന, തന്നെ പോലൊരു ചേച്ചിയെ ഭരത്തിന് കിട്ടിയത് അവന്റെ ഏറ്റവും വലിയ ഭാഗ്യം. താൻ നോക്കിക്കോ, ഇനിയും ഭരത് ഉയരങ്ങളിലേക്ക് പോകും. ഭരത് ഇന്ന് ഈ സ്ഥാനത്തേക്ക് എത്തിയതിന് പിന്നിൽ പലരുടെയും നല്ല മനസ്സുണ്ട് സൂര്യ. അവരോടെല്ലാം ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്റെ സങ്കടം കണ്ട് ഭരത്തിന്റെ പേരിലെ കേസെടുക്കാതെ അവനെ ഉപദേശിച്ചു വിട്ട ആ സബ് ഇൻസ്പെക്ടറോടാ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. ആ വലിയ മനുഷ്യൻ അന്ന് കനിവ് കാണിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും സന്തോഷിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കോൺഫിഡൻസും ഹാർഡ് വർക്കും സിൻസിയറിറ്റിയാണ് ഭാവന ഏതൊരു പ്രവൃത്തിയുടെയും വിജയം. ഇവിടെ തനിക്കും ഭരത്തിനും അതുണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞല്ലേ സത്യം? അതെ സൂര്യ, ഇടയ്ക്ക് എവിടേക്കോ ഭരത്തിന് കാലിടറിയെങ്കിലും അതെല്ലാം അവൻ ഓവർകം ചെയ്തു. ഇവിടെ തന്റെ ആന്റിയുടെ ഒക്കെ പ്രാർത്ഥനയ്ക്കും പ്രധാന പങ്കുണ്ട് ഭാവന. അതെ സൂര്യ, അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് പേരോട് കടപ്പാടുണ്ടെന്ന്. എന്തിന്? സൂര്യ മുൻകൈ എടുക്കാതിരുന്നെങ്കിൽ ഭരത്തിന് റിട്ടേൺ ടെസ്റ്റ് പാസ്സാവാൻ പറ്റില്ലായിരുന്നല്ലോ. ഞാൻ ചെയ്തത് എന്റെ കടമയല്ലേ ഭാവന. എല്ലാത്തിനും അപ്പുറം ഭരത്തിന്റെ ആത്മവിശ്വാസവും ധൈര്യമാണ് പ്രധാനം.
ഭരത സബ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടി അമ്മ ചില നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്. അതൊക്കെ അമ്മയോടൊപ്പം പോയി എനിക്ക് ചെയ്യണം സൂര്യ. ഉറപ്പായും വേണം ഭാവന. തന്റെ ഈ മനസ്സ് ദൈവത്തിന് പോലും ഇഷ്ടം. ഒന്നും മറക്കില്ല, ആരെയും വെറുപ്പിക്കാനും പോവില്ല. സത്യം പറഞ്ഞ തനിക്കിതൊക്കെ എങ്ങനെ പറ്റുന്നു? അവിടെയാ സൂര്യ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നത്. അച്ഛൻ എന്നെ പഠിപ്പിച്ച ക്ഷമ എന്ന വാക്കാണ് ഇന്നും എന്റെ ലോകം. സൂര്യയോടും അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കത് എല്ലായിടത്തും പാലിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ആണിനും പെണ്ണിനും വെവ്വേറെ ചിന്താഗതികളാണ് സൂര്യ. എല്ലായിടത്തും ക്ഷമയോടെ നേരിടാൻ ആണുങ്ങൾക്ക് കഴിയാറില്ല. അത് തന്നെ എന്നെ സേതുവിട്ടനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? അതെ, അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ, സൂര്യക്ക് പിന്നെ അത്യാവശ്യം ക്ഷമയൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പറഞ്ഞാലത് മനസ്സിലാവും. പക്ഷെ സേതുവണ്ണ അങ്ങനെയാണോ? വെട്ടൊന്നും മുറി രണ്ട് എന്നുള്ള സ്വഭാവമാണ് പല കാര്യത്തിനും. ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും ഭാവന. ചില സ്വഭാവ ഗുണങ്ങൾക്ക് സാമ്യത തോന്നിയാലും മറ്റെവിടെയെങ്കിലും മാറ്റങ്ങളുണ്ടാവും. അത് നേരാ സൂര്യ. ഭരത് യൂണിഫോം ഇട്ട് വീട്ടിലേക്ക് വരുന്നതും ഞങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഞാൻ എത്രയോ വട്ടം സ്വപ്നം കണ്ടതാണെന്നറിയോ? ശരിക്കും ഇന്ന് ഞാനും വീട്ടിലുണ്ടാവേണ്ടതായിരുന്നു. തനിക്ക് പോണോ? എന്നാ പോ. ഏയ്, അത് വേണ്ട സൂര്യ. എങ്കിലിപ്പോ എന്റെ മനസ്സിലുള്ള ആ ത്രില്ലൊക്കെ അങ്ങ് പോവും. അവൻ എന്നെ ഇവിടെ, അതും യൂണിഫോമിൽ കാണാൻ വന്നില്ലേ? അതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി കിട്ടാനില്ല സൂര്യ. സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചാലേ പറന്നുയരാൻ പറ്റുള്ളൂ എന്ന് കവികളൊക്കെ പറയാറില്ലേ? ഇപ്പൊ ശരിക്കും ഞാൻ പറന്നുകൊണ്ടിരിക്കുക. എന്റെ ആ സ്വപ്ന ചിറകുകൾ ഇന്ന് യഥാർത്ഥ ചിറകായിട്ട് മാറിയില്ലേ സൂര്യ? എന്താ സൂര്യക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വട്ടായി എന്ന്? ഒരിക്കലുമില്ല ഭാവന. തന്നെ എപ്പോഴും ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടം. ഭരത്തിന് ഇങ്ങനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തതിന് തനിക്കെന്ന് നല്ലതേ വരും. ഇപ്പൊ എന്റെ അമ്മയ്ക്കും സേതുവിനും എല്ലാം എത്രമാത്രം സന്തോഷായിരിക്കും അല്ലേ? പോവാം.